ഹലോ, അപ്പം ഞങ്ങൾ പുലർച്ചെ 4:30 മണിക്ക് എണീറ്റിട്ടൊരു യാത്ര പോവാണ് കേട്ടോ. എങ്ങോട്ടാ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഞങ്ങൾ? മൂന്നാർക്കാണ് കേട്ടോ പോണത്. ഒരു ടൂറായിട്ട് പോവല്ല കേട്ടോ, വേറൊരു കാര്യത്തിനാണ് പോണത്. അപ്പം അതെന്താന്നൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ, അപ്പം നിങ്ങൾ കാണുക. അപ്പം നമ്മൾ മൂന്നാർക്ക് പോകുന്നതായിരുന്നല്ലോ. ഇപ്പോൾ കോതമംഗലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാവർക്കും നല്ല വിശപ്പ്. 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 10 അല്ലേ, 9 മണിയായിട്ടുണ്ട്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പൊ എന്റെ മസാല ദോശ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും പുറത്ത് പോകുമ്പോ മസാല ദോശ ഓർഡർ ചെയ്യാം. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇഷ്ടമല്ല കേട്ടോ. വട അദ്ദേഹം ആർക്കെങ്കിലും കൊടുക്കും. പശുവിനല്ല, പപ്പക്ക് കൊടുക്കല്. മോന് ഇഷ്ടമല്ല വട. ഇക്ക് ഉത്തപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിക്കണ്. ഊതി ഇതുണ്ടോ? ഓ, ഋഷുവിന് പൊറാട്ടയും എഗ് റോസ്റ്റും. എന്താ നൂഡിൽസോ? അല്ല, അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടോ. കുറച്ച് ലേറ്റ് ആയി. 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും ലേറ്റ് ആയിട്ട്. അപ്പോൾ 3:30 മണിയായിട്ടുണ്ട്. അപ്പൊ റിസോർട്ടിൽ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ മുമ്പിലുള്ളൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇക്കൊരു ചോറ വാങ്ങിയത് കേട്ടോ. ഞങ്ങൾക്ക് 2 തിന്നാൻ പായസം ഉണ്ട്, അച്ചാറുണ്ട്, 3 കറിയുണ്ട്, പിന്നെ തോരനും ഉണ്ട്. നല്ല വിഭവസമൃദ്ധമായ ഊണ് തന്നെയാണ്. ചോറ്, പായസം, അവിയലുണ്ട്, തോരണ്ട്, 3 കറികളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വന്നിക്കാണ് കേട്ടോ. ഋഷി നല്ല ഇറങ്ങി, നല്ല കളിയാണ്. ഓൽക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കണ ഫോട്ടോ വേണമെന്നാണ് എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എങ്ങനെയുണ്ട് റിസോർട്ടും സ്വിമ്മിംഗ് പൂളൊക്കെ? തണുപ്പാണല്ലേ? ആ, ഭയങ്കര തണുപ്പാട്ടോ മൂന്നാറ്. ഇതിപ്പോ നമ്മളെവിടെ? ചിന്നക്കനാല്. അതുകൊണ്ട് AC ഒന്നും ഇല്ല കേട്ടോ റൂമില്. പക്ഷെ ഭയങ്കര തണുപ്പാ നമുക്ക്. സ്വിമ്മിംഗ് പൂളിൽ വിളയാടി കഴിഞ്ഞു. എന്തായിരുന്നു? നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. കുട്ടികൾക്ക് പ്രവേശനമുണ്ട്, വലിയൊരു പ്രവേശനമുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്, റൂമിൽ പോവാണല്ലേ. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ സ്വിമ്മിംഗ് പൂളില്. വെള്ളം കണ്ടാൽ പേടിയല്ലേ നിനക്ക്? എനിക്കോ? എനിക്ക് വെള്ളം കണ്ട പേടിയിട്ടല്ല കേട്ടോ. ഞാൻ ചെല്ലുമ്പോ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഓല് കയറട്ടെ വിചാരിച്ചു. ഓല് കയറിനീന്റെ തൊട്ട് മുമ്പായിട്ട് കൊറേ നമ്മളെ പട്ടാമ്പിന്ന് കൊറേ ചെക്കന്മാരും വന്നു. പിന്നെ ഞാൻ ഇറങ്ങിയില്ല. ആരും ഇല്ലെങ്കിലൊക്കെ ഇറങ്ങുള്ളൂ. നമ്മള് പെണ്ണുങ്ങള് നനഞ്ഞിങ്ങനെ നിക്കണ കാണാൻ എനിക്ക് എന്തോ മടിയാണ്. അപ്പൊ ഞാൻ ഇറങ്ങിയില്ല. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നീന് കേട്ടോ, നനഞ്ഞാലിടാൻ വേണ്ടിട്ട്. ഇതൊരു വലിയ റിസോർട്ടാണ് കേട്ടോ. കണ്ടില്ലേ, വിശാലമായി എത്രയോ ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു റിസോർട്ടല്ലേ. സംഭവം പൊള്ളിയാണ് കേട്ടോ. എന്താണെങ്കിലും ഇത്രയും വലിയൊരു റിസോർട്ടിൽ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അല്ലെ. പിന്നെ ഒരു പഴമ നിലനിർത്തുന്ന ഒരു റിസോർട്ടാണ് വന്നിട്ടുണ്ട്. സൂര്യാസ്തമി മാംഗോ കൗണ്ടി ഇതിലേറെ വലുതായിരുന്നില്ലേ. പക്ഷെ ഇതിനൊരു വേറൊരു ഫീലാണ് അല്ലേ. എന്താന്ന് വെച്ചാല് നല്ലൊരു ഫീലാട്ടോ. മൂന്നാറായതുകൊണ്ടാ തോന്നുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഒരു ചിന്നക്കനാ. മൂന്നാറിലല്ലേ ചിന്നക്കനാല്? ഇല്ലല്ലേ? ആ, മൂന്നാറില് തണുപ്പില്ല കേട്ടോ. മൂന്നാറ് ചൂടായിരുന്നു. ഞങ്ങൾ AC ഒക്കെ ഇട്ടിട്ടായിരുന്നു വണ്ടിയിൽ ഇരുന്നീനെ. പക്ഷെ നോക്കാൻ എന്തൊരു ഭംഗിയാലേ. നല്ല വ്യൂ ഉള്ളൊരു റിസോർട്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇനി എന്തെങ്കിലും ഇൻഷാല്ലാ മൂന്നാർ വരികയാണെങ്കിൽ ഞങ്ങൾ എന്നിട്ടേ വരുള്ളൂ കേട്ടോ. പിന്നെ വല്ലാതെ റേറ്റും ഇല്ല കേട്ടോ ഇവിടെ അല്ലേ. 5,000 ഉള്ളൂ. 5,000 ഉള്ളൂ നമുക്കൊരു ഡേ. പിന്നെ എന്താ അതിന്റെ പേരെന്താണ്? എന്തോ ഒരു ആയുർ കെയർ റിസോർട്ടാണ് കേട്ടോ. ഞാൻ പോകുമ്പോ അതിന്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട്. കണ്ടോ എന്ത് നല്ല വ്യൂ അല്ലേ. നല്ല രസം. ഞങ്ങൾ താഴെയാണ് കേട്ടോ. ഞങ്ങളെ റിസപ്ഷന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ റൂമുള്ളത്. 2 സൈഡിലും ഉണ്ട് കേട്ടോ. പിന്നെ മുകളിലും താഴെയും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മളെ ഏരിയ എത്തിയില്ലേ. എവിടെയല്ലേ നമ്മളത്?
ഇരിക്കാം. ഇതിന്റെ തൊട്ട് താഴെയാണ് റിസപ്ഷൻ, അതിന്റെ തൊട്ട് താഴെയാണ് റെസ്റ്റോറന്റ്. രാവിലെ ശരിക്കും കാണിച്ചാണ്ട് കേട്ടോ, ഒന്ന് മടി പിടിച്ച റൂമിൽ ഇരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ കയറി വന്നപ്പോഴേ ഈ കാക്കൊക്കെ ഭയങ്കര ആഗ്രഹം ചായ കുടിക്കണമെന്ന്. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ, അപ്പൊ ഒന്ന് പുറത്ത് പോകാന്നിരുത്തി. പിന്നെ പുറത്ത് പോയിട്ട് ചായയും കുടിക്ക, കാഴ്ചകളും കാണാം. ഞങ്ങൾ വന്ന ഉടനെ അതിന്റെ ഉള്ളിൽ കുറച്ചേരം കിടക്കിയിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഒന്ന് പുറത്തിറങ്ങട്ടെ. പുറത്തത്തെ ഒരു വ്യൂ നോക്കാണീ. നാളെ നമ്മൾ ആ കുന്നിന്റെ മുകളുണ്ട്, മലന്റെ മുകളിൽ ഒരു സ്ഥലത്തേക്ക് പോകട്ടോ. നമ്മളിപ്പോ എന്താ പറയാ മൂന്നാറ് വന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. എന്താ നാളെ പറയണ്ടല്ല, വെറുതെ ഒരു ടൂറായിട്ട് വന്നതല്ല. എങ്ങനെയുണ്ട്? നല്ല തണുപ്പില്ലേ? നല്ല കാറ്റില്ലേ? തണുത്ത കാറ്റാണ് കേട്ടോ. ഇവിടെ ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. അസ്തമയാണ്, സൂര്യാസ്തമയം വേണമെങ്കിൽ കണ്ടോളി. ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട്, ആയുർ കൗണ്ടി. നമ്മളെ റിസോർട്ടല്ല, നമ്മളിപ്പോ ഉള്ള റിസോർട്ട്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. ഋഷി ഞങ്ങള് ചായ ആണെപ്പോനും ചായ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളും ആപ്പിൾ പീസ് വാങ്ങിയപ്പോനും അത് വേണമെന്ന്. എന്താലേ ഓൻ അങ്ങനെ തന്നെയാണ്. അവിൽ ബണ്ണാണ് കേട്ടോ. രസമുണ്ടോന്ന് അറിയില്ല. രസമുണ്ടോ? തണുത്ത കാറ്റുണ്ട്. എല്ലാ തണുപ്പ് വെറുതെ ഇപ്പൊ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാതിട്ട് അവിടെ അപ്പുറം പോയിക്കട്ടെ. അവിടെ നല്ല രസമാണ് കാണാന്. ആട്ടോ നല്ല രസല്ലേ? അങ്ങനെയല്ലേ? ഇതുണ്ടോ? അത് നല്ല വ്യൂ ആട്ടോ. തണുത്ത കാറ്റല്ല, ചൂടുള്ള കാറ്റുണ്ടാവോ? ഉണ്ടാവോ? അതാട്ടെ നമ്മളെ റിസോർട്ട്. നമ്മളെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഈ വ്യൂ കണ്ടിരിക്കണേ. എന്ത് രസാലേ. അവിടുന്ന് നമ്മള് ചായ കുടിച്ചു കേട്ടോ. ചിക്കൻ സൂപ്പ് അല്ലേ? കൊച്ചിക്കുള്ള ഐസ്ക്രീം ഒക്കെ തിന്ന കുട്ടികളെ പോലെ. ശരിയാ. അല്ല, അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഡിന്നർ കഴിച്ചു കേട്ടോ. ബുഫേ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിലും നമ്മൾ തിന്നുപോലോ. സൂപ്പും ഐസ്ക്രീമും പിന്നെ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സലാഡും വയറ് നിറച്ച് കഴിച്ചു അല്ലേ. അപ്പൊ ഇനി ബിഗ് ബോസ് കാണാൻ കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങും. കാരണം ഇന്നലെ 3:30 മണിക്ക് തീച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഉറക്കക്ഷനുണ്ട്. ഇപ്പൊ ഒന്ന് കണ്ണടച്ചു കേട്ടോ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോണീന്റെ മുമ്പ്. അപ്പൊ ഇനി നാളെ കാണാം അല്ലേ. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടോ, നേരം വെളുത്തു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. പൂരി മസാല ഇപ്പൊ പുറത്തിറങ്ങിയാല് പൂരി മസാല. കോൺഫ്ലൈസ് കുട്ടികളെ പോലെ പാലൊഴിച്ച് കോൺഫ്ലൈസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ റിസപ്ഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ പ്ലാൻ എന്താണ് എന്ന് പറയാന്ന്. എന്താന്ന് വെച്ചാലേ മോളിപ്പോ +2 എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഓളവിടെ ഒരു മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ അഡ്മിഷൻ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാട്ടോ ഞങ്ങള്. വിഷു കിട്ടിയ ചാൻസിൽ ഗെയിം കളിക്കാണ്ടോ. ഓനിപ്പോ പണ്ടൊക്കെ നല്ല ഫോൺ അഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വല്ലാതല്ല. അപ്പൊ എപ്പോഴെങ്കിലും ഇക്കാന്റെ ഫോണ് കിട്ടിയാല് പിന്നെ കളിയാണ്. ഞാൻ എൻ്റെ ഫാമിലി ജീവിതം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോണത് ഏതാ വെച്ചാൽ BSc ഹോസ്പിറ്റൽ ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ക്യാബിൻ ക്രൂ ആവാനെന്നുള്ള ആഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ഡിഗ്രി എടുക്കാതെ +2 കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അങ്ങനെ നോക്കാമെന്ന് കരുതിയത്. പക്ഷേ ഹൈറ്റിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ ഞാൻ ഹൈറ്റൊക്കെ കൂട്ടും ഞാൻ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാട്ടിങ്ങാണ്ട് അപ്പോൾ ഒരു ഡിഗ്രി എടുക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഡിഗ്രിയിൽ ക്യാബിൻ ക്രൂവിൽ കൂടുതൽ സ്കോപ്പുള്ളത് ഇങ്ങനെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ്. അപ്പോൾ
അപ്പോൾ പിന്നെ ഞാൻ അതിനെ ഡിഗ്രി എടുക്കാൻ കരുതി. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ സിലബസ് നോക്കിയപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലാണ്. അപ്പോൾ പിന്നെ അതെടുക്കാൻ വെച്ചില്ലേ പപ്പ. പിന്നെ മൂന്നാർ ഇവിടെ വന്ന് പഠിക്കണം എന്താ വെച്ചാൽ ഇവിടെ ആകുമ്പോൾ വേറെ കുറേ ഉള്ള കുട്ടികളുണ്ടാവില്ലേ, വേറെ പുറത്തുനിന്നുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ക്യാബിൻ ക്രൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചു. എന്തായാലും നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. നമ്മളവിടെ ചെന്ന് തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. തണുപ്പ് എന്തായാലും ചൂടിനേക്കാളും എനിക്കിഷ്ടം തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇനി ചെന്നുങ്ങാണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലേ. ഇവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ ഒരു നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ആരോ ഒരാൾ അവിടെ പഠിച്ചെത്രേ അല്ലേ. അങ്ങനെ ചെന്നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ മോളൂൻ്റെ കോളേജിൽ പോവുകയാണ് കേട്ടോ. നമുക്ക് പറ്റിയതാണോ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ചെറിയൊരു വിഷമല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലേ, നമ്മളെ സ്വന്തം വീട്ടിലേക്കല്ലേ പോണത്. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ. മോളൂന്റെ കോളേജിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പരിസരമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ടാണ് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ. അപ്പോൾ ഇനി ഹോസ്റ്റലിൽ കൂടി കാണാണ്ട് അതിന് വേണ്ടി പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ 1 മണിയായി, വിശക്കണുണ്ട്, ഇനി ഫുഡ് കഴിക്കണം. ഇതാട്ടോ മോളുടെ ഹോസ്റ്റലിൽ വരുന്നത്. ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. 2 മണിയാവാനായിട്ടുണ്ട്. മോളുടെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ലേ. ഇക്കും ഋഷുവും ബിരിയാണി കേട്ടോ. തന്നെ ഭാഗ്യം ഞാൻ ബിരിയാണി എടുക്കാതിന്. ഋഷു എങ്ങനെയുണ്ട്? ഓൻ അടിപൊളിയോ? അവന് പിന്നെ ബിരിയാണി ആയാൽ മതി. നല്ല മാംഗോ ഐസ്. അപ്പോൾ കോളേജൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷെ എത്ര ദൂരം ആയതുകൊണ്ടാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്താണെങ്കിലും ഇനി വേറെ 1-2 കോളേജ് കൂടെ നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫൈനലൈസ് ചെയ്യാൻ. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയുടെ അവസാനിക്കണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.